മഞ്ജുഷ പത്തനംതിട്ട കളക്ടറേറ്റിലേക്കാണ്. അതായത് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തഹസിൽദാറിൻ്റെ പദവിയിൽ നിന്ന് തന്നെ മാറ്റി സീനിയർ സൂപ്രണ്ട് പദവിയിലേക്ക് തന്നെ മാറ്റണമെന്നുള്ള ഒരു അപേക്ഷ അവർ നൽകിയിരുന്നു. ഇപ്പോൾ മഞ്ജുഷയുടെ കൂടി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് മഞ്ജുഷയെ പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് മാറ്റാനുള്ള സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ്. മഞ്ജുഷ ഇപ്പോൾ അവധിയിലാണ്. അപ്പോൾ സത്യത്തിൽ മഞ്ജുഷ ആരെയോ ഭയക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം തഹസിൽദാർ പദവിയിൽ ഇരുന്നാൽ വീണ്ടും തൻ്റെ മക്കളുടെ ജീവൻ അപകടത്തിലാകുമോ എന്ന് അവർ ഭയക്കുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ട്, ഈ കേന്ദ്രത്തിലേക്ക് പോയ കളക്ടർ, ഈ പരിശീലനത്തിനായി പോയ കളക്ടറെ തൽക്കാലം പരിശീലനം നടത്തേണ്ട, തിരിച്ചു പോകുന്നു പറഞ്ഞ് കേന്ദ്രം തൂക്കി എറിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് നവീൻ ബാബു വിഷയത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? അതായത് മഞ്ജുഷ നിലവിൽ കോന്നിയിലെ തഹസിൽദാറാണ്. ഈ തഹസിൽദാർ പദവിയിൽ തനിക്ക് തുടരാൻ പറ്റുന്നില്ല. മാനസികമായി തനിക്കത് ജോലികൾ ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നും തന്നെ സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറിലേക്ക് ഇന്നലെ മഞ്ജുഷയ്ക്ക് നിയമനം വന്നത്. ഒരു പക്ഷേ കളക്ടറേറ്റിലേക്ക് വരുമ്പോൾ സീനിയർ സൂപ്രണ്ട് അല്ലെങ്കിൽ സൂപ്രണ്ട് ആ തസ്തികകളായിരിക്കും വരിക. അപ്പോൾ എന്താ പറയുന്നത്, ഫീൽഡിൽ പോയി വർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഫീൽഡിൽ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട, നിലപാടുകൾ എടുക്കേണ്ട, നിയമം നടപ്പാക്കേണ്ട ഒരു ചുമതലയിൽ നിന്ന് കൃത്യമായി മഞ്ജുഷ ഒഴിഞ്ഞു നിൽക്കുന്നു. ഇതിൻ്റെ കാര്യം എന്താ, മഞ്ജുഷയുടെ ഭർത്താവായ നവീൻ ബാബു മുമ്പ് റാന്നിയിലെ തഹസിൽദാറായിരുന്നു. അന്ന് ഈ തഹസിൽദാറുടെ ഉത്തരവാദിത്വം എന്താണ്, ഈ പത്തനംതിട്ടയുടെ ഒരു പ്രത്യേകത അറിയാം, അവിടെ ഒരുപാട് പാറമടകളുണ്ട്. ആ പാറമടയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ വരാം, ഭീഷണികൾ വരാം, സാമ്പത്തിക ഈ പറയുന്ന കൈക്കൂലി കൊണ്ടുവരാം. അപ്പോൾ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ, ഈ പ്രേരണകളെയൊക്കെ അതിജീവിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച് തൻ്റെ കുടുംബത്തിന് തൃപ്തിയില്ല അന്വേഷണം സംബന്ധിച്ച്. അതുകൊണ്ട് CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ വരണമെന്ന് ഈ മഞ്ജുഷ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ, ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ നടന്നപ്പോഴും ഈ പോസ്റ്റ്മോർട്ടത്തിന് ഡെഡ് ബോഡി കൊണ്ടുപോയ സമയത്തൊന്നും മഞ്ജുഷയോ മഞ്ജുഷയുടെ ബന്ധുക്കളോ അവിടെ എത്തിയിരുന്നില്ല. അവിടെ CPM ഒരു കള്ളക്കളി കളിച്ചു. ഇവിടെ എന്തായിരുന്നു, പത്തനംതിട്ടയിൽ CPM ജില്ലാ സെക്രട്ടറിയായ ഉദയഭാനു പറഞ്ഞു, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. മഞ്ജുഷ എന്ന് പറയുന്നത്, അല്ലെ നവീൻ ബാബു എന്ന് പറയുന്നത് പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണ്, ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ജയരാജൻ അവിടെ ദിവ്യയ്ക്ക് വേണ്ടി നിലപാടെടുക്കുകയും കളക്ടർ ചെയ്തതിനകത്ത് പൂർണ്ണമായും തെറ്റില്ല എന്നൊക്കെ പറയുകയും ചെയ്തതോടുകൂടി ഇവിടെ CPMൻ്റെ നിലപാട് മാറി. അപ്പം മഞ്ജുഷയ്ക്ക് മനസ്സിലായി ഇവിടെ CPMൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടുന്നില്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടുന്നില്ല. ഭർത്താവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതിന് ശേഷം ഇവർ കള്ളക്കളി നടത്തുകയാണോ എന്ന് പോലും മഞ്ജുഷ സംശയം, അല്ലേ, അത് അവരെ സംശയം ഉന്നയിച്ചിരുന്നു. അതെ, അവർ പറഞ്ഞു തങ്ങൾക്ക് ഇതൊരു കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. CPM അന്വേഷണത്തിൽ തൃപ്തികരമില്ല, അതുകൊണ്ട് CBI തന്നെ വരണം എന്നുള്ളതാണ്. പക്ഷേ ഇടതുപക്ഷം അത് വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്. ഇവിടുത്തെ പോലീസിൻ്റെ, പ്രത്യേകിച്ച് കണ്ണൂരിലെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നോട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെല്ലാം തൃപ്തികരമാണ്, പ്രത്യേകിച്ച് കൃത്യമായി അവർ എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മഞ്ജുഷയുടെ ഈ ഹർജി കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി കേസ് ഡയറി സമർപ്പിക്കണം എന്നുള്ള ഒരു റിപ്പോർട്ട് പോലീസിന് നൽകിയത്. അതുകൊണ്ടായിരിക്കണം പോലീസ് തകർന്നു പിടിച്ച് വീണ്ടും കളക്ടറുടെ മൊഴി ഒന്നുകൂടി എടുക്കുന്നു. പല കാര്യങ്ങളും, മൊഴി അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കാനുള്ള കാര്യങ്ങൾ തീർന്നു. ഇപ്പോൾ കളക്ടർക്കും TV പ്രശാന്തിനും 10-ാം തീയതി നോട്ടീസ് നൽകിയിരിക്കുകയാണ് കോടതി. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൻ്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഒരു ഭാര്യയ്ക്ക് അവകാശമുണ്ട്, മരണപ്പെട്ടു പോയ ഭർത്താവിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ അതിന് ഏതറ്റം വരെ പോകാനായിരിക്കണം ഈ തഹസിൽദാർ പദവിയിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട്, അതിൽ നിന്നാൽ തനിക്കും തൻ്റെ മക്കൾക്കുമൊക്കെ ഒരുപക്ഷെ ഭീഷണിയും ജീവനപായവും കൂടി ഉണ്ടാകാം എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കണം മഞ്ജുഷ ചിലപ്പോൾ നിയമ പോരാട്ടം നടത്തുന്നത് ഭരിക്കുന്ന സർക്കാരിനെതിരെയാണ്. അപ്പോൾ എന്ത് സംഭവിക്കാം എന്നുള്ള ഭയം അവർക്കുണ്ടാകാം. അപ്പം അതുകൊണ്ടായിരിക്കണം ഈ സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് മാറിയത്, അല്ലേ? മാത്രമല്ല, വേണമെങ്കിൽ മഞ്ജുഷ എളുപ്പം ട്രാപ്പിൽപ്പെടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ സ്വാധീനത്തിന് വഴങ്ങിയില്ലെങ്കിലേ കൈക്കൂലി കേസിൽ പെടുത്തിയോ അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും കള്ളത്തരം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ട്രാപ്പിൽപ്പെടുത്താം. ഇവിടെ മഞ്ജുഷ പറഞ്ഞ എന്താ, CBI കൊണ്ട് അന്വേഷിപ്പിച്ചെങ്കിൽ മാത്രമേ സത്യം പുറത്തു വരുള്ളൂ. ഉടൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ എന്താ പറഞ്ഞത്, നിലവിലെ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമാണ്, CBI ഒന്നും വരേണ്ട കാര്യമില്ല. അതെ, അപ്പോൾ CBI വന്നു കഴിഞ്ഞാൽ CPM ഭയക്കുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതി പെട്ടെന്ന് കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ ഓടിപ്പോയി കളക്ടറെ വീണ്ടും മൊഴിയെടുക്കുന്നു, വീണ്ടും ഈ പറയുന്ന ഡ്രൈവറുടെ അടക്കം മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി നിർത്തിയതല്ലേ ഇത്രയും കാലം? ഇത് എന്തിനു വേണ്ടി ഒഴിവാക്കി നിർത്തിയത്? അപ്പോൾ PP ദിവ്യ എന്ന് പറയുന്നത് CPMൻ്റെ കേഡർ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ്. അവരൊരു
തെറ്റ് ചെയ്തു, അല്ലെ അവരൊരു കുഴപ്പത്തിൽ ചാടി, പക്ഷേ പാർട്ടി ഞങ്ങളെ കൈവിടില്ല, ഞങ്ങൾ സംരക്ഷിക്കുമെന്ന കൃത്യമായ മെസ്സേജ് ദിവ്യയ്ക്ക് കൊടുത്തു. അതുകൊണ്ടാണ് MV ജയരാജൻ എന്ന് പറയുന്ന കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഈ നവീൻ ബാബുവിനെതിരായ ആരോപണമൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം, എന്തായാലും ഒരു ആരോപണം വരുമ്പോൾ അത് ശരിയാണോ, ഇയാൾ കൈക്കൂലി മേടിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാൾ കൈക്കൂലിയൊന്നും മേടിക്കാത്ത സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്ന് പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞാണ്. ഇപ്പോൾ പെട്ടെന്ന് നിലപാട് മാറി. അപ്പോൾ മഞ്ജുഷയ്ക്ക് മനസ്സിലായി പാർട്ടി ഞങ്ങളെ സഹായിക്കുകയല്ല ഉപദ്രവിക്കുക ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോഴും ഈ നവീൻ ബാബു എങ്ങനെയാണ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിയെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പലതവണ മഞ്ജുഷയും കുടുംബവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വരെ പോലീസ് ഞങ്ങൾ ഇങ്ങനെ അന്വേഷണം നടത്തി, ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല പറഞ്ഞിട്ടുണ്ടോ? ഇയാൾ ഓട്ടോയിലാണ് പോയതെങ്കിൽ ഒരു ഓട്ടോക്കാരനെ ഇതിനകം കണ്ടെത്താൻ കഴിയണ്ടേ? അപ്പോൾ അത്ര അന്വേഷണ മികവുള്ള ഒരു പോലീസ് സംഘം കേരളത്തിൽ ഉണ്ടായിട്ടും ഈ വിവരങ്ങൾ പുറത്തു വരുന്നില്ലെങ്കിൽ അതിനുമേൽ കൃത്യമായ സർക്കാരിൻ്റെ പാർട്ടിയുടെ പ്രഷറുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മഞ്ജുഷ ഇനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറിയാൽ തന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ഉപദ്രവിക്കുകയോ ചെയ്യാൻ വന്നാൽ കളക്ടർ എന്ന് പറയുന്ന ഉന്നത ഭരണാധികാരിയുടെ കീഴിലാണ് താൻ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. മാത്രമല്ല നവീൻ ബാബു കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം നവീൻ ബാബുവിൻ്റെ സുഹൃത്തുക്കൾ, നവീൻ ബാബുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഒപ്പം നവീൻ ബാബുവിൻ്റെ എതിരാളികൾ, ഇത് ആരൊക്കെയാണെന്ന് മഞ്ജുഷയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിക്കാർ തന്നെയാണ് തൻ്റെ ഭർത്താവിൻ്റെ ഈ ട്രാൻസ്ഫർ വൈകിപ്പിച്ചത്. അപ്പോൾ അവിടെ ആരൊക്കെയാണ് കളിക്കുന്നത്? CPM അനുകൂല സംഘടനയിൽ തനിക്ക് അനുകൂലമുള്ളതാര്, തനിക്ക് പ്രതികൂലമായി നിൽക്കുന്ന ആരാ, ഇതെല്ലാം മഞ്ജുഷ തിരിച്ചറിയുന്നു. മാത്രവുമല്ല ഒരു ഭാര്യ എന്ന നിലയിൽ സ്വന്തം ഭർത്താവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക അവരുടെ ഉത്തരവാദിത്വമല്ലേ? അവർ അത്രയും സ്നേഹബന്ധത്തിൽ കഴിയുന്ന ആൾക്കാരല്ലേ? ഈ നവീൻ ബാബു ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ മഞ്ജുഷയെ വിളിച്ചാണ് പറയുന്നത് എനിക്ക് ഒരുപാട് മാനസിക പ്രശ്നമുണ്ട്. അപ്പോൾ മഞ്ജുഷ പറയുകയാണ് നിങ്ങൾ വണ്ടി കയറി വാ, നമുക്കിവിടെ വന്നിട്ട് സംസാരിക്കാം. അത്രയും ആശ്വാസം നൽകിയ നവീൻ ബാബു ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ലെന്നാണ് മഞ്ജുഷ പറയുന്നത്. മാത്രമല്ല ഒരു സ്ത്രീ ഇങ്ങനെ അപക്വമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ മരിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പോലും CPM തയ്യാറാകുന്നില്ല. അപ്പം മഞ്ജുഷ കളക്ടറേറ്റിലേക്ക് എത്തിയാൽ നമുക്ക് ഉറപ്പിക്കാം ദിവ്യ ഓടും, അല്ലേ? CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മറ്റേ വഴിക്കോടും. കാരണം ഇവരുടെ കള്ളത്തരം പുറത്തു വരും. ഈ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ മഞ്ജുഷ സുപ്രീം കോടതി പോകാം. കാര്യത്തിൽ ഇനി എന്തായിരിക്കും ഒരു തീരുമാനം? കളക്ടർ ഇപ്പം പരിശീലനത്തായിട്ട് ഡൽഹി ചെന്നിട്ട് ആ പരിശീലനത്തിൽ പങ്കെടുപ്പിച്ചില്ല. അപ്പം BJP സർക്കാർ, കേന്ദ്ര സർക്കാരിന് കൃത്യമായ എന്തോ സൂചന കിട്ടുന്നുണ്ട്. നമുക്കറിയാലോ ഈ പെട്രോളിയം വകുപ്പിന്റെ ചുമതല ആർക്കാ? സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപി കേരളത്തിലെ മന്ത്രിയാണ്. സുരേഷ് ഗോപിയിൽ നിന്ന് എന്തെങ്കിലും റിപ്പോർട്ട് തേടിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. സുരേഷ് ഗോപി എടുത്ത് ഇത് ചോദിക്കുമ്പോൾ അദ്ദേഹം കൂടുതലൊന്നും വിശദീകരിക്കില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇയാൾ വലിയ എന്താ പറയുക ഒരു സിനിമാ ഷോ കാണിക്കുന്നത് ആയിരിക്കില്ല. അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി കേന്ദ്രത്തിലെത്തി. അതുകൊണ്ട് കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനായ IAS-കാരനെ ഒരു പക്ഷേ സംശയത്തിൻ്റെ മുൾമുനയിൽ ഇപ്പം കേന്ദ്രം നിർത്തുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് അന്വേഷണം മുന്നോട്ട് പോകട്ടെ, കേസ് ഡയറി ഹാജരാകട്ടെ. ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ നിലപാടുകൾ പുറത്തു വന്നാൽ PP ദിവ്യയ്ക്കൊന്നും ഇനി ഒരു രക്ഷയുണ്ടാകില്ല. CBI കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാകില്ല. PP ദിവ്യയൊക്കെ CBIയുടെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മഞ്ജുഷയ്ക്കും കുടുംബത്തിന് നീതി കിട്ടണം. അതിനാണ് അവർ ഇത്രയും നല്ല പോസ്റ്റ് പോലും വേണ്ട എന്ന് വെച്ച് നിയമ പോരാട്ടങ്ങളിലേക്ക് രംഗത്തിറങ്ങാൻ ഒരു ഭയവും കൂടി അതിന് പിന്നിൽ ഉണ്ടാകും. അവർ ഈ പിന്നെ സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് മാറിയത്, പിന്നെ അവരിപ്പോൾ അവധിയിലാണ്, ജോലിയിൽ പോലും പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ കുട്ടികൾക്ക് പറയണം തങ്ങളുടെ അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഭൂമാഫിയയോ അത്തരം എന്തെങ്കിലും ഒരു ബിനാമി ഇടപാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇവിടുത്തെ പോലീസിന്, കാരണം അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് CBI വരണം, CBI കൃത്യമായി അന്വേഷിക്കണം, അന്വേഷിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം.